അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് 8ാമത്തെ മന്ത്രം തുടങ്ങുകയാണ് 26ാമത്തെ പേജില്. അതിന്റെ ഭാഷ ആദ്യം കണ്ടോ. യോയം അതീതേർ മന്ത്രേരുക്ത ആത്മാ സ സ്വേന രൂപേണ കിം ലക്ഷണഃ ഇത്തി ആഹ അയം മന്ത്രഃ. യോയം അതീതേർ മന്ത്രേർ ഉക്ത ആത്മാ. യോയം ആത്മാ ഉക്തഃ. ഏതൊരാത്മാവാണോ പറയപ്പെട്ടിരിക്കുന്നത്, ഏതിനാല്? മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന മന്ത്രങ്ങളാൽ. അതീതേഹി മന്ത്രൈഹി. യോ ആത്മാ ഉക്തഃ. ഏതാത്മ പറയപ്പെട്ടിരിക്കുന്നുവോ? ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? കർമ്മണി പ്രയോഗമാണ്. പറയപ്പെട്ടിരിക്കുന്നു. ആത്മാ ഉക്ത. ആത്മ പറയപ്പെട്ടിരിക്കുന്നു. ഏതിനാൽ? മന്ത്രങ്ങളാൽ. കർത്ത തൃതീയയിലേക്ക് മാറി, അപ്പോൾ കർമ്മം പ്രഥമയിലേക്ക് പോയി. ആത്മാ ഉക്ത. സ ആത്മാ. ആ ആത്മാ സ്വേന രൂപേണ. ഇതെന്താ ടിപ്പണിയില് 2 നോക്കിയേ. സ്വേന രൂപേണ കിം ലക്ഷണഃ കിമസ്യ സ്വം നിരൂപാധികം രൂപമിതി യാവത്. ഒരാത്മാവിനെ തന്നെ നമുക്ക് സ്വാഭാധികനായിട്ടും നിരൂപാധികനായിട്ടും കാണാം. സ്വാഭാധിക നിരൂപാധിക രൂപഭേദം വരുന്നത് കൊണ്ട് വസ്തു രണ്ടാവത്തില്ല. അതെന്തുകൊണ്ടാ? ഉപാധി കൊണ്ടുണ്ടായിരിക്കുന്ന രൂപഭേദം വാസ്തവത്തിലുള്ളതല്ല. ഉപാധി കൊണ്ട് സ്ഫടികത്തില് രക്തരൂപം കാണാമെന്ന് കരുതിയിട്ട് സ്ഫടികം രക്തമല്ല. പിന്നെയോ രക്തപുഷ്പം അതിന്റെ പാർശ്വത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആ പുഷ്പസംബന്ധിയായിക്കൊണ്ട് സ്ഫടികം രക്തരൂപത്തിൽ കാണപ്പെടുമ്പോൾ പോലും സ്ഫടികത്തിൽ രക്തവർണ്ണമില്ല. കാണുമ്പോൾ പോലും രക്തവർണ്ണമില്ല എന്ന് കരുതിയിട്ട് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സ്ഫടികത്തിൽ രൂപമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടു, അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സ്ഫടികത്തിൽ രൂപമുണ്ട്, മറ്റുള്ളവർക്ക് സ്ഫടികത്തിൽ രൂപമില്ലെങ്കിലും എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ബ്രഹ്മത്തിൽ ഇല്ലാത്ത ജഗത്തിനെ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തിൽ ജഗത്തില്ല. ഇതെന്തുകൊണ്ട് അതിനിങ്ങനെ കാണുന്നത്? അവിദ്യ, അന്ധക്കരണം എന്നിങ്ങനെയുള്ള ഉപാധി ഇരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇതെല്ലാം കാണാമെന്ന് മാത്രം. ഉപാധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അവിടെ ജീവത്വം ഇല്ല, ഈശ്വരത്വം ഇല്ല, കേവലം ബ്രഹ്മം മാത്രം അവശേഷിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ടിപ്പണികാരൻ കിമസ്യ സ്വരൂപം എന്നുള്ളത് നിരൂപാധികം രൂപം എന്ന് പറഞ്ഞത്. നിരൂപാധിക രൂപം കിം? ഉപാധിരഹിതമായിരിക്കുമ്പോൾ ആ ആത്മാ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദ്യം. നിരൂപാധികനായിട്ടിരിക്കുന്ന അതേ ആത്മാ തന്നെ ഉപാധി സംബന്ധത്താൽ സ്വാഭാവിക രൂപത്തെ പ്രാപിക്കും. അന്നപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. അതായത് ഒരേ സ്ഫടികം സമീപത്ത് ജപാകുസുമം എന്നുള്ള ഉപാധി ഇരിക്കുന്നത് കൊണ്ട് സ്വാഭാവിക രൂപത്തെ പ്രാപിക്കും. ആ സ്ഫടികത്തിന്റെ സ്വാഭാവിക രൂപം ഏതാ? ചുമന്ന കളർ. സ്വാഭാവികമായിരിക്കുന്ന രൂപം ചുമന്ന സ്ഫടികമാണ്. ചുമന്ന രൂപമല്ല, ചുമന്ന സ്ഫടികം തന്നെ. ചുവന്ന സ്ഫടികം എന്നുള്ളത് സ്വാഭാവിക രൂപമാണ്. അതിന്റെ ഉപാധിയായിരുന്നു ജപാകുസുമം, ചെമ്പരത്തി, ഒരു പുഷ്പം. ആ പുഷ്പം ഉള്ളത് കൊണ്ട് സ്വാഭാവിക രൂപം പ്രാപിച്ചു ആര്? സ്ഫടികം എന്ന് കരുതിയിട്ട് മുമ്പുണ്ടായിരുന്ന ശ്വേതസ്ഫടികം ഇപ്പോൾ രക്തസ്ഫടികമായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. അതാണ് ഉപാധി കൊണ്ടുള്ള ഗുണം. സ്വാഭാവിക രൂപത്തിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും അതിന് രൂപപരിവർത്തനം വരുന്നില്ല. നിങ്ങൾക്ക് ഉപാധി ഇരിക്കുന്ന കാലത്തോളം അങ്ങനെ കാണാമെന്ന് മാത്രം. സ്വേനരൂപേണ കിം ലക്ഷണ. ലക്ഷണം എന്നുള്ള സ്വരൂപം കേട്ടോ. സ്വേനരൂപേണ കിം സ്വരൂപ. കിം സ്വരൂപം. ആത്മാ കിം സ്വരൂപ. സ്വരൂപത്തിൽ അവൻ എങ്ങനെയാണ്? ഇതി ഇവിടം വരെ ചോദ്യം. ആഹ അയം മന്ത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാണ് ഈ മന്ത്രം. ഈ മന്ത്രത്തിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? സപര്യഗാതെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ മന്ത്രം കണ്ടോ. സപര്യഗാചുക്രമകായം അവ്രണമസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷി പരിഭൂസ്വയംഭൂർ യാഥാ തഥ്യതോർത്ഥാൻ വ്യതഥാ ശാശ്വതീഭ്യ സമാഭ്യ. ആരെങ്കിലും പറഞ്ഞു?
സപര്യകാചുക്രമകായമവ്രണാമസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയം ഭൂര്യഥാ തഥ്യ തോർധാൻ യാഥാ തഥ്യഥാ യഥാ അല്ല യാഥാ യാഥാ തഥ്യഥാൻ തഥ്യതോർധാൻ തഥ്യഥാ ഛാശ്വതീഭ്യഃ സമാഭ്യഃ യാഥാ തഥ്യഥോർത്ഥാൻ വ്യഥഥാത് ഛാശ്വതിഭ്യഃ സമാഭ്യഃ സപര്യഗാശുക്രമകായമവ്രണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയം ഭൂര്യാഥാ തഥ്യഥോ തഥ്യതോർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യഃ സമാഭ്യഃ. ഇനി ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ചൊല്ലാം. സപര്യകാൽ ശുക്രമകായമവ്രണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂവ സ്വയംഭൂര്യാഥാതഥ്യതോർത്ഥാൻ വ്യദധാൽ ശാശ്വതീഭ്യഃ സമാഭ്യഃ. മലയാളികളെ നിങ്ങള് തകാരത്ത് മൊത്തം എടുത്തിട്ട് ലകാരായി കളിയും. ആ ലകാരായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്താ പറഞ്ഞാല് അടുത്ത സൂത്രം വെച്ചിട്ട് ചകാരം ഉണ്ടാക്കാൻ പറ്റാതെ പോകും. ഇവിടെ നമ്മൾക്ക് അവകാശമില്ല ഇതിന് ഓരോ കണക്കിന് മാറ്റാൻ. ഒരു വർണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അപ്പോ ആത്മാ എന്നുള്ള ഒരു ശബ്ദം സംസ്കൃതത്തിലില്ല, ആത്മാന്നേ ഉള്ളൂ. ഒരു കണക്കിന് ഈ സംസ്കൃതത്തിൽ ആത്മാ എന്നൊരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റൂല. തല്ലത്തേക്ക് തോറില് വരണമെങ്കിൽ തകാറുണ്ടായിരിക്കണ്ടേ അപ്പുറത്ത്. ആത്മ ഒറ്റ പദമാണത്. നമ്മള് ആത്മാ എന്ന് പറഞ്ഞ ആത്മാവ് ശ്രദ്ധിക്കണം. സംസ്കൃതമാ പഠിക്കുന്നത്. വർണ്ണത്തിന് നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്താൻ പാടില്ല. ചിലർ പറയും എന്ത് തലയോർ അഭേദ ഡറയോർ അഭേദ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള ആൾക്കാര് ഖരിജ എന്നുള്ള സൂത്രം പറയുക ഖടിജ എന്നാ. അപ്പൊ ഇത് കേട്ട അന്നേരം ചോദിക്കും ബീഹാർ എന്നല്ലേ. ചില വർണ്ണങ്ങൾ അവർക്ക് വരില്ല, വായിൽ വരില്ല. അങ്ങനെയാണല്ലോ കൽക്കത്ത കോൽക്കത്തയായി പോയത്. വായിൽ വരുന്നില്ല, ശബ്ദം വർണ്ണത്തിൽ വരാത്തോണ്ട്. കൈലാശാസ്ത്രത്തെ കൊയിലാശാസ്ത്രം എന്നാ പറയാ. എന്നിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരും ക അല്ല കോ. ആദ്യം പറഞ്ഞ കോ, പിന്നെ ക. ഓ ആ അല്ല ഓ ആ. ഞാൻ വെച്ച് ഇതെങ്ങനെ പറ്റി. പണ്ട് ഞാനിത് തുടക്കത്തിൽ 2004 എന്റെ അടുത്ത് പഠിപ്പിച്ചതാണിത്. ആന്ന് പറയാതെ ഓ. ഞാൻ പറഞ്ഞു ഓ വേറൊരു അക്ഷരല്ലേ, നിനക്ക് മനസ്സിലാകാത്തോണ്ടാണിത്. ഓ ആ. നിങ്ങളൊന്ന് വായം തുറന്നു നോക്ക്. ആദ്യം ചെറുങ്ങനെയുള്ള ഉറക്കത്തുള്ളൂ. അപ്പൊ ഓ, പിന്നെ ആ. ഇങ്ങനെയൊന്നും പഠിച്ചേക്കല്ലേ. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കളയുമാര്. കാരണം അവർക്ക് അതേ അറിയത്തുള്ളൂ. അപ്പം സപര്യകാത്. തകാരത്തിന് ശേഷം എന്താ ഉള്ളത്? ശുക്രം. ശകാരത്തിന്റെ പൂർവ്വത്തിലുള്ള തകാരം ചകാരമായി. ചകാരമായതുകൊണ്ട് പരത്തിലുള്ള ശകാരം ചകാരമായി. സ്തോസ്റ്റുനസ്തു. സപര്യകാത്. പരി സമന്താത് അകാത്. ഇത് ലുങ് രൂപമാണിത്. ഇന്ന് കഥ ധാതുവാണിത്. ലുങ് രൂപത്തില് പരി അകാത് എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരുന്നവൻ, വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥം കിട്ടും. വ്യാപിച്ചിരിക്കുന്നത്. ശുക്രം എന്നുദ്ദേശിച്ചത് ശുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ്. ആ കായം എന്ന് പറഞ്ഞ ശരീരം ഇവിടെ ഇപ്പോൾ ലിംഗശരീരം എന്നർത്ഥം എടുക്കുക. കാരണം മുന്നോട്ടേക്ക് എന്താണ് അവ്രണം അസ്നാവിരം എന്ന് 2 പദം വേറെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന അകായം എന്നുള്ളതിന് ലിംഗശരീര രഹിതം എന്നർത്ഥം എടുക്കുക. എത്ര ശരീരമുണ്ട്? 3 ശരീരം. ഇത് വേദാന്തികൾ എടുത്തേ പറയാവൂ കേട്ടോ. പുറം പോയിട്ട് എനിക്ക് 3 ശരീരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ മാലയിട്ട് പൂജിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടുകിട്ടാൻ പാടല്ലേ. അതുകൊണ്ടാ അങ്ങനെ ലിംഗശരീരം സൂക്ഷ്മ ശരീരമായിരിക്കുന്നത്. ലിംഗശരീരം, സ്ഥൂല ശരീരം, കാരണശരീരം. അപ്പോൾ അകായം എന്ന് പറ അശരീരം ലിംഗശരീര വർജിത എന്ന് ഭാഷ്യത്തിൽ പറയും. അവിദ്യമാന കായോ യസ്യ. അപ്പൊ എന്തായിരിക്കും? സഹ ആയതുകൊണ്ട് അകായഹ എന്ന് വേണത്. ഇത് മുന്നോട്ട് ഇനി പറയും. ഈ നപുംസലിംഗ പദങ്ങളെയൊക്കെ നിങ്ങൾ പുല്ലിംഗത്തിൽ എടുത്തോളണം. കാരണം സഹ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണിത്. മുന്നോട്ടേക്ക് പരിഭൂഹു സ്വയം ഭൂഹു എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തും. പല പദങ്ങളും പുല്ലിംഗമായതുകൊണ്ട് പുല്ലിംഗത്വേന നപുംസലിംഗങ്ങളെയും മാറ്റി അന്വയിച്ചോളണം. കാരണം ഈ ആത്മാവിന്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞത്. വിശേഷണങ്ങളും വിശേഷവും ഒരേ വചനവിഭക്തിയായിട്ട് മാറും.
ശുക്രം അകായം, അകായത്തിന് ശേഷം എന്താണ്? അവ്രണം, വ്രണമില്ലാത്തത്. വ്രണം എവിടെയാ സംഭവിക്കുക? ക്ഷതം, ശരീരത്തിന്. അതേപോലെ സ്നാവ, സ്നാവ എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഇപ്പോൾ ശിര എന്നാ കാണുക, നമ്മൾ മലയാളത്തില് സിര എന്നാ പറയാറ്. ബ്ലഡ് ഒഴുകാനുള്ള സ്ഥലം, അതായത് നാഡി ഉണ്ടല്ലോ, വെയിന് അല്ലേ, നാഡിയും സിരയും ഇങ്ങനെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയാ അല്ലേ? ഒന്ന് ബ്ലഡ് കൊണ്ടുപോകാനും ഒന്ന് തിരിച്ചു കൊണ്ടുവരാനും. ഇതാണ് ഇവിടെ ശിര എന്നായി. ശിരസല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ശിര ദീർഘമാണിത്. അപ്പം സ്നാവ എന്നുള്ള ശിര എവിടെയുള്ളത്? സ്ഥൂല ശരീരത്തിലാ. അപ്പം ഇത് ഇല്ലാത്തതായിരിക്കും, അതിനെ നമ്മൾ അസ്നാവിരം എന്ന് വിളിക്കും. അപ്പോൾ അവ്രണവും അസ്നാവിരവും എന്നുള്ള രണ്ട് പദങ്ങളിലൂടെ സ്ഥൂല ശരീരരഹിതം എന്ന് മനസ്സിലായിക്കൂടാ. ഡീറ്റെയിൽ ഇപ്പം ഭാഷ്യത്തിൽ വരും. ഈ രണ്ട് ശരീരം മാത്രമല്ല, പിന്നെയോ ശുദ്ധം എന്ന് പറഞ്ഞാല് രണ്ട് ശരീരങ്ങൾക്കും കാരണമായിരിക്കുന്ന അവിദ്യയുമില്ല. എവിടെ? ബ്രഹ്മത്തിൽ. ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ഈ പറഞ്ഞ പോലെ. ആത്മാ എന്നുള്ളത് ബ്രഹ്മസ്വരൂപല്ലേ? പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ അഹം എന്ന് അഭിമാനിക്കുന്നത് എവിടെയാ? ലിംഗശരീര, സ്ഥൂല ശരീര, കാരണശരീര വിശിഷ്ടമായിട്ടല്ലേ. അവനോടാണ് എന്ത് പറയുന്നത്? നിനക്ക് ലിംഗശരീരമില്ല, നിനക്ക് സ്ഥൂല ശരീരമില്ല, നിനക്ക് കാരണശരീരമില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. പാടുണ്ട്. ധരിച്ചു വെച്ചു. നിത്യശുദ്ധ ബുദ്ധമുക്തനാണെങ്കിൽ അങ്ങനെ പറയാം. അതൊരു പാടുപെട്ട പണിയല്ലേ എന്ന് പറയാ. പാടില്ലേ? ഇപ്പൊ എന്ന് പറഞ്ഞാലേ ഒരാള് ഞാൻ ഇന്ന ആളാണെന്ന് കണക്കാക്കുന്നത്, അവനോട് പറയാം നീ നീയല്ല, നീ നീയാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതല്ലാതെ വേറെ മാർഗമില്ല. വിശിഷ്ടനോട് പറയാണ്, വിശിഷ്ട നീ ശുദ്ധനാണെന്ന്. അപ്പോൾ മനസ്സിലാക്കുന്നത് ആരാ അവിടെ? വിശിഷ്ടനാണോ ശുദ്ധനാണോ? വിശിഷ്ടൻ. എന്തുകൊണ്ടാ? പറഞ്ഞ വിശിഷ്ടനോടായതുകൊണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുന്ന വിശിഷ്ടനാ. മനസ്സിലാക്കപ്പെടുന്ന വസ്തു ഏതാ? ശുദ്ധചേതനൻ. ശുദ്ധചൈതന്യമാണ് മനസ്സിലാക്കപ്പെടുന്ന വസ്തു. ഒബ്ജക്ട് ഓഫ് യുവർ നോളജ്, ജ്ഞാനത്തിന്റെ വിഷയം, മനസ്സിലാക്കപ്പെടുന്ന വസ്തു അതേതായിരിക്കും? ശുദ്ധൻ. പറഞ്ഞ വാക്യം എന്താ? നീയാണ് ശുദ്ധൻ. ഇവിടെ ശ്രദ്ധിച്ചോ, മനസ്സിലാക്കപ്പെടുന്ന വസ്തു ശുദ്ധൻ. ആരോടാ പറഞ്ഞത്? വിശിഷ്ടനോടാ പറഞ്ഞു കൊടുക്കുന്നത്. വിശിഷ്ടനോട് പറയാണ് നീ ശുദ്ധനാണെന്നുള്ളത്. മനസ്സിലാക്കുന്ന ആരാ? വിശിഷ്ടൻ. മനസ്സിലാക്കപ്പെടുന്ന വസ്തു ശുദ്ധൻ. ഈ പരിപാടി ശരിയാണോ? അങ്ങനെ ശ്രദ്ധിച്ചോ ഇവിടെ. കാരണം ഇതൊന്നും ഈ ഗ്രന്ഥങ്ങളിലൂടെ പോകുന്നതല്ലത്. നിങ്ങൾക്ക് ഇത് എത്രയോ കഴിഞ്ഞാലേ ഈ ഒരു ട്രാക്കിൽ വരത്തുള്ളൂ. പക്ഷെ അതൊക്കെ കേട്ട് കേട്ട് പഠിച്ചു എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. എന്താ പറഞ്ഞത്? നീയാണ് പരമാത്മാ. ആരാ മനസ്സിലാക്കുന്നത്? ജീവൻ. അവൻ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ പരമാത്മാവാണെന്ന്. ആ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ അവൻ ആരായിരിക്കും? പരമാത്മാ. അവൻ പരമാത്മാ. അപ്പൊ ഇനി നോക്ക്, ആരോടാ പറഞ്ഞു കൊടുത്തത്? ജീവനോട്. മനസ്സിലാക്കുന്ന ആരാ? ജീവൻ. മനസ്സിലാക്കിയത് എന്താ? പരമാത്മാ. അത് ശരിയാണെങ്കിൽ അവൻ ആരായിരിക്കും? പരമാത്മാ. അപ്പം പറഞ്ഞു കൊടുത്ത ജീവനോടാണെന്ന് എന്ത് പറയുന്നത്? ജീവനോടൊന്നല്ല പറഞ്ഞു കൊടുത്തത്. പറഞ്ഞു കൊടുത്തതും അതേ ശുദ്ധബ്രഹ്മത്തോടാ. ആ ശുദ്ധബ്രഹ്മത്തിന് എന്ത് പറ്റി? അവന്റെ അജ്ഞാനം കൊണ്ട് അവൻ ജീവനാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പരമാത്മാവാണ് ജീവൻ. മനസ്സിലായോ? തെറ്റിദ്ധാരണയെ മാത്രമേ ഉള്ളൂ ജീവന്റെ കയ്യിൽ. എന്താ തെറ്റിദ്ധാരണ? അവന്റെ ഞാൻ ജീവനാണെന്നുള്ള തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത് നീ നിത്യശുദ്ധനാണെന്നുള്ളത്. അവനെ നിത്യശുദ്ധനാണെന്ന് മനസ്സിലാക്കിയാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുവോ? ബ്രഹ്മത്തെ അല്ലാതെ പിന്നെ ഇവിടെ പറഞ്ഞെന്താ? നീ ശുദ്ധ പരമാത്മാ എന്നാ. അവിടെ ജ്ഞാനം വാസ്തവമാണെങ്കിൽ അവൻ ശുദ്ധ പരമാത്മാവാണ്. ആയതിനാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഉദ്ദേശിച്ചതും. അതായത് മനസ്സിലാക്കുന്ന വേളയിൽ അന്ധക്കരണം ഉണ്ട്, പക്ഷെ മനസ്സിലാക്കുന്ന വേളയിൽ അന്ധക്കരണമില്ല. ഇതിൽ ഏത് പങ്ക്തിയാ ശരി? ജീവനോട് പറഞ്ഞതാണെങ്കിൽ അന്ധക്കരണമുണ്ട്. അവൻ മനസ്സിലാക്കുന്നത് ഞാൻ പരമാത്മാവാണ് എന്നാണെങ്കിൽ അവിടെ അജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. അജ്ഞാനം നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ അന്ധക്കരണ സംബന്ധം ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ അന്ധക്കരണമില്ല. ഇതിൽ ഏതാ ശരി? രണ്ട് ശരിയാ. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അവൻ ആ സമയത്ത് മനസ്സിലാക്കുന്നത് ഞാൻ നിത്യശുദ്ധനാണെന്നാണ്. മനസ്സിലാക്കുന്ന അതേ സമയം അവന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകും. അതുവരെ മാത്രമേ അവന്റെ ജീവിതത്തെ നിലനിൽക്കത്തുള്ളൂ. കാരണം മനസ്സിലാക്കുന്നതോടുകൂടെ അജ്ഞാനം നഷ്ടപ്പെട്ടാൽ അജ്ഞാനജന്യമായിരിക്കുന്ന ജീവിതവും ചേതന നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാക്കുന്ന അതേ വേളയിൽ സംഭവിക്കുന്നതാണ് ഇതെല്ലാം.
എന്നാലും കൽപ്പിതമായിരിക്കുന്ന ജീവത്വം അവിടെ നിലനിർത്തിക്കൊണ്ട് അവൻ ജീവൻ മനസ്സിലാക്കി എന്ന് വ്യവഹരിക്കാന്ന് മാത്രം. അതായത് ലൈറ്റ് വരുന്നതും ഡാർക്ക്നെസ് മാറുന്നതും ഒരേ ക്ഷണമായതുപോലെ ഇവന്റെ ജ്ഞാനം ഉത്പന്നമാവുന്നതും അജ്ഞാനം നഷ്ടപ്പെടുന്ന ഒരേ ക്ഷണത്തിലാണ്. അജ്ഞാനം നഷ്ടപ്പെടുന്ന അതേ ക്ഷണത്തിൽ അവന്റെ ജീവത്വം നഷ്ടപ്പെട്ടു പോകും. എന്നപ്പോൾ ജ്ഞാനം ഉത്പന്നമാവുകയാണോ ജീവത്വം നഷ്ടപ്പെടുകയാണോ ചെയ്തത്? ജീവത്വത്തെ നഷ്ടപ്പെടുത്തിയും കൊണ്ട് ജ്ഞാനം ഉത്പന്നമാവുക ചെയ്തത്. എപ്രകാരം നൈയായികന്മാര് പ്രാഗഭാവത്തിന്റെ നാശമാണ് ഘടോത്പത്തി എന്ന് പറയുന്നു. അപാപവിദ്ധം, പാപവിദ്ധം എന്ന് പറഞ്ഞാൽ പാപയുക്തം, ന പാപയുക്തമിതി അപാപവിദ്ധം, പാപരഹിതം എന്നർത്ഥം. പുണ്യവും ഇല്ല പാപവും ഇല്ല. ആർക്ക്? ജ്ഞാനിക്കാണോ ബ്രഹ്മത്തിനാണോ? ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ഈ പറയുന്നത്. അത് ജ്ഞാനിയുടെ സ്വരൂപം കൂടിയാണ്, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മസ്വരൂപ കഥനമാണ് ഇപ്പൊ നടക്കുന്നത്. കവിർ, കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി ജ്ഞാനി എന്നർത്ഥം, സോറി സർവദൃക്ക് എന്നർത്ഥം. സർവത്തിനെയും കാണുന്നത് കൊണ്ടാണ് അവൻ സർവദൃക്കായത്. സർവം ഉണ്ടായിട്ട് വേണ്ടേ സർവദൃക്കാവാൻ? അതൊരു ശരിയാണ്. സർവം മാനിക്കുന്നുണ്ടെങ്കിൽ സർവത്തിന്റെയും ദൃക്ക്, നിങ്ങളൊന്നും മാനിക്കുന്നില്ലെങ്കിൽ അവൻ കേവല ദൃക്ക്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അന്വയിച്ചോ. ഓക്കെ. കവിർ മനീഷി, മനീഷി മനസ്സിന്റെയും നിയന്താന്നർത്ഥം, ഈശിതാന്നർത്ഥം എന്ന് പറഞ്ഞാല് സർവജ്ഞ ഈശ്വര എന്നുള്ള അർത്ഥത്തിൽ അവൻ തന്നെയാണ് ഈശ്വരഭാവത്തിൽ വരുന്നത്. അതേ ചൈതന്യം തന്നെ നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ചേതനൻ അവിദ്യായുക്തനായിക്കൊണ്ട് ഈശ്വരഭാവത്തിലിരിക്കുന്നു. അല്ലാണ്ട് ഈശ്വരൻ വേറെയും നിത്യശുദ്ധ ചൈതന്യം വേറെയും അല്ല. പരിഭൂഹു, പരി സകലത്തിന്റെയും, പരി എന്ന് പറഞ്ഞാൽ ഭാഷ്യത്തിൽ ഉപരി എന്ന് അർത്ഥം ചെയ്യും. പരി വ്യാപിച്ചു എന്ന് അർത്ഥം ചെയ്യും, ഇവിടെ ഇപ്പൊ ഉപരി എന്ന് അർത്ഥം ചെയ്യുന്നുണ്ട്. സകലത്തിന്റെയും ഉപരി എന്ന് പറഞ്ഞ സകലത്തിന്റെയും പൊക്കത്ത് എന്ന് പറഞ്ഞ സകലത്തിന്റെയും നിയന്താവായിരിക്കുന്നത് കൊണ്ട് അവൻ പരിഭൂഹു. അത്രയും മാത്രമല്ല, അവൻ തന്നെയാണ് സകല ഭാവത്തിലും ഇരിക്കുന്നത്. ഹിരണ്യഗർഭാദി ഭാവത്തിൽ ഇരിക്കുന്നതല്ല അവൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ സ്വയംഭൂ. നമ്മുടെ നാട്ടിലൊക്കെ സ്വയംഭൂക്കളില്ലേ? ഒരു ചേച്ചി അരിവാളായിട്ട് അന്ന് ബോധപൂർവം പുറത്തിറങ്ങി. അവരിറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ ക്ഷേത്രം ഉണ്ടാവില്ലായിരുന്നു. നേരിട്ട് പോയത് വയലിലേക്ക്, ആരും എത്തിപ്പെടാത്തൊരു വയലിൽ പോയിട്ട് അവർ പുല്ലരിഞ്ഞപ്പോൾ അതാ ഒരു കല്ല്, ആ പുല്ലിന്റെ വെട്ട് പോയിക്കൊണ്ടത് കല്ലിന്റെ മണ്ടയിൽ. അതാ വരുന്നു ചോര. ചേച്ചി തലയിറ്റ് അവിടെ വീണു. കണ്ടു നിന്നവർ ഓടിക്കൂടി, ആർപ്പവിളിയായി. ജ്യോതിഷി വന്നു, തീരുമാനിച്ചു ദേവതയുടെ സാന്നിധ്യമാണിത്. ആ സ്വയംഭൂ അല്ല ഈ സ്വയംഭൂ. ടീക്കേ, സ്വയമേ ഭവതി ഇത് സ്വയംഭൂ എന്നാ പറഞ്ഞത്. ഇവനാണ്, അതായത് ആ ചൈതന്യ നിത്യശുദ്ധ ബുദ്ധമുക്തൻ തന്നെയാണ് ആവിദ്യകമായിട്ട് സകല ജഗതാകാരത്തിൽ വരുന്നത്. അപ്പോൾ പ്രജാപതി ആണെങ്കിലും ഹിരണ്യഗർഭനാണെങ്കിലും എല്ലാം തന്നെ ആരാ? അവനാണ്. അതുകൊണ്ടാണ് അവൻ സ്വയംഭൂ എന്ന് പറഞ്ഞത്. സ്വയമേവ സർവം ഭവതി സ്വയംഭൂ എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ അരിവാൾ തട്ടി ചോര പിടിഞ്ഞതിന്റെ പേര് സ്വയംഭൂ ആയതല്ലത്. സ്വയംഭൂർ ഇതാരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ. ഇത് എന്നെ ഉദ്ദേശിച്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ. ഇനി എന്താണത്? സ്വയംഭൂർ. അർത്ഥാൻ എന്ന് പറഞ്ഞ കർത്തവ്യ പദാർത്ഥാൻ, ചെയ്യേണ്ട കാര്യങ്ങളെ യാഥാതഥ്യതോ, ആർക്ക് ഏത് കാര്യം വിഭജിച്ചു കൊടുക്കണമോ അതിനനുസരിച്ച്, അതായത് ഓരോരോ ദേവതകൾക്കും തത്തത് കാലത്ത് അവരുടെ പ്രവൃത്തികളുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ്. അർത്ഥാൻ വ്യഥതാ, വിഭാഗം നടത്തി കൊടുത്തു. ആർക്ക്? ശാശ്വതിഭ്യ സമാഭ്യ, പ്രജാപത്യാദികളായിരിക്കുന്ന സകല ദേവതകൾക്കും വിഭാഗം നടത്തി കൊടുക്കുകയാണത്. അപ്പോൾ എന്താർത്ഥം കിട്ടും? അവനാണ് നിത്യശുദ്ധ ബുദ്ധമുക്തനായിട്ടിരിക്കുന്നതും അവൻ തന്നെയാണ് ജഗത്തിന്റെ നിയന്താവായിട്ടിരിക്കുന്നതും. രണ്ടുപേരില്ല. ഒരുത്തൻ തന്നെ സ്വാഭാവികമായിട്ട് ജഗത്തിന്റെ നിയന്താവായിരിക്കുന്ന ഈശ്വരനും, നിരുപാധികമായിട്ട് അവിടെ പര്യകാന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാവരുടെയും വ്യാപിക്കണമെങ്കിൽ എല്ലാ വസ്തുക്കളും സിദ്ധിക്കപ്പെടണം. നിത്യശുദ്ധ ബുദ്ധമുക്താവസ്ഥയിൽ മറ്റൊരു വസ്തു പോലും ഇല്ല. പിന്നെ ആരാണ് വ്യാപകനായിട്ടിരിക്കുന്നത്? അല്ല, നിങ്ങളുടെ വസ്തു ആകാശം പോലെ വ്യാപകനല്ലേ? ഞങ്ങളുടെ വസ്തുവിൽ ആകാശം പോലും ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ആകാശത്തെ ദൃഷ്ടാന്താക്കാൻ പോകുന്നത്? പക്ഷെ വേറെ വകുപ്പില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു മാത്രം. പാവങ്ങളാണ് വേദാന്തികൾ. ഇനി നിങ്ങൾക്ക് ഭാഷ്യം കാണാം. സപര്യഗാത് എന്താ അർത്ഥം? സ യഥോക്ത ആത്മാ, സഹ എന്നുള്ള മന്ത്രത്തിന്റെ സശബ്ദത്തിന് അർത്ഥം പറഞ്ഞതാണ് പറയപ്പെട്ടിരിക്കുന്ന ആത്മാ. എവിടെ പറയപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്? കഴിഞ്ഞ 7-6 മന്ത്രങ്ങളിലൂടെയൊക്കെ ഇതെവിടുന്ന പ്രസംഗം തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അജ്ഞാനികൾ സംസരണത്തെ പ്രാപിക്കുന്നു, ജ്ഞാനി തദ്വിപരീതമായിട്ട് സ്വരൂപത്തിലിരിക്കുന്നു. അങ്ങനെ അവരറിഞ്ഞിരിക്കുന്ന യാതൊരു ബ്രഹ്മമാണോ അതിന്റെ സ്വരൂപം ഏതാണെന്ന് ചോദിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ പരിപാടി. അതെവിടെ എത്തി?
8ാം മന്ത്രം വരെയുള്ളൂ, അത് തീർന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പറയപ്പെട്ടിരിക്കുന്ന ആത്മാ പര്യകാത്. അർത്ഥം പറയാണ് പരിക്ക് എന്താണ് അർത്ഥം? സമന്താത്. ഹിന്ദിയിലെ പരി അല്ല കേട്ടോ, ഇത് സംസ്കൃത പരിയാണ്. സമന്താത്. സമന്താത് എന്ന് പറഞ്ഞാൽ നല്ല പോലെ, നല്ല വണ്ണം. എന്താണ് പിന്നെയുള്ളത്? അഗാത്. അഗാത് അർത്ഥം എന്താ? ഇന്ന് ഗതോ ധാതു അല്ലേ? ഗമിച്ചവൻ, ഗമിച്ചിരിക്കുന്നത് എന്നാണ്. ഗമിച്ചിരിക്കുന്നത്. ഗമിച്ചു എന്നർത്ഥം. ലുങ്ങല്ലേ, ഇത് ലകാര പ്രയോഗമാണ്. അതിനർത്ഥം ചെയ്തത് ഗതവാൻ എന്നർത്ഥം ചെയ്തു. ഇത് സുബന്ധ പ്രയോഗമാണ്. ആദ്യം കണ്ട തിങ്ങന്ത പ്രയോഗമാണ് ലുങ്ങില്. ഇത് ഗതവാൻ. ഗതവന്തോ ഗതവന്ത. ഗമിച്ചിരിക്കുന്നവനാകുന്നു. ഏതുപോലെ? ആകാശവത്. ആകാശം പോലെ എന്ന് പറഞ്ഞതർത്ഥം ആകാശവത് വ്യാപി ഇത്യർത്ഥ. വേദാന്തിക്ക് ദൃഷ്ടാന്തം, ബ്രഹ്മത്തിന് സമാനമായ ദൃഷ്ടാന്തം കൊടുക്കാൻ പറ്റില്ല. ബ്രഹ്മത്തിന് വേണേൽ വ്യതിരേക ദൃഷ്ടാന്തം കൊടുക്കാം എന്തെങ്കിലും, നല്ലത്. ബ്രഹ്മത്തിന് അന്യ ദൃഷ്ടാന്തം കൊടുക്കാൻ വലിയ പാടാ. കാരണം ബ്രഹ്മം പോലെ പൂർണ്ണം എന്ന് പറയുന്ന അർത്ഥം ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്ന വസ്തുവിനെ കിട്ടൂല. കാരണം ആകാശത്തില് ദേശപരിച്ഛേദവും കാലപരിച്ഛേദവും ഇല്ലെങ്കിലും വസ്തുപരിച്ഛേദം നിലനിൽക്കുന്നുണ്ട് നൈയായികന്റെ അഭിപ്രായത്തിൽ പോലും. അല്ല, അങ്ങനെയാണെങ്കിൽ ആകാശത്തില് വസ്തുപരിച്ഛേദം നിന്നാൽ ബ്രഹ്മത്തിൽ എന്താ വസ്തുപരിച്ഛേദം ഇല്ലാതെ പോവോ? ഘടത്തില് പടത്തിന്റെ ഭേദം ഉണ്ടെങ്കിൽ പടത്തിൽ ഘടത്തിന്റെ ഭേദം ഉണ്ടാവൂലേ? പടത്തിൽ ഘടത്തിന്റെ ഭേദമില്ലാതെ ഘടത്തിൽ പടഭേദം ഇരിക്കുവോ? ഘടത്തിൽ പടഭേദം ഇരിക്കാതെ പടത്തിൽ ഘടഭേദം ഇരിക്കുവോ? ഇരിക്കൂല. ഇതിൽ ആദ്യ ഭേദം എവിടെയായിരിക്കുക? ഘടത്തിൽ പടത്തിന്റെ ഭേദം ഇരുന്നത് കൊണ്ടാണോ പടത്തിൽ ഘടഭേദം ഇരുന്നത്? അല്ല, തല തിരിച്ചോ? രണ്ടും ഒരേപോലെ സ്വാമിജി. ആധ്യാത്മീയന ഭേദം. ഘടവും പടവും തമ്മിൽ ഭേദമുണ്ടോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറ. ഭേദമുണ്ട്. ഉണ്ട്. ഘടത്തിൽ പടത്തിന്റെ ഭേദവും പടത്തിൽ ഘടത്തിന്റെ ഭേദവും ഉണ്ട് അല്ലേ? അതിൽ ആദ്യം ഇരിക്കുന്ന ഭേദം ഏതാ? ഘടത്തിൽ പടഭേദം സിദ്ധിക്കാൻ പറ്റിയത് കൊണ്ടാണോ പടത്തിൽ ഘടഭേദം സിദ്ധിച്ചത്? അല്ല, പടത്തിൽ ഘടഭേദം സിദ്ധിച്ചത് കൊണ്ടാണോ ഘടത്തിൽ പടഭേദം സിദ്ധിച്ചത്? ഘടത്തില് പടത്തിന്റെ ഭേദം ഇരിക്കുമ്പോൾ ഭേദം എവിടെയുള്ളത്? ഘടത്തില്. ആ ഭേദം ഘടസ്വരൂപാണോ അല്ലയോ? ഘടം തന്നെയാണോ ഘടത്തിലുള്ള പടഭേദം? ഘടത്തിന്റെ സ്വരൂപമാണ്. അന്നപ്പോൾ നിങ്ങൾ ഘടത്തെ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് അറിയാമോ ഇത് പടത്തിൽ നിന്ന് ഭിന്നമാണെന്നുള്ള കാര്യം? പടം കൂടെ കാണുമ്പോ അറിയാം. പടം കൂടെ കാണുമ്പോഴേ അറിയത്തുള്ളൂ. ഘടത്തെ നിങ്ങൾ പടം കാണാതെ തന്നെ കണ്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഘടത്തിന്റെ സ്വരൂപമായിരുന്നു പടത്തിന്റെ ഭേദമെങ്കിൽ പടം കാണാതെ തന്നെ നിങ്ങൾക്ക് ഘടത്തിൽ പടഭേദം ഗ്രഹിക്കാൻ പറ്റിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് എന്തല്ല, ഘടത്തിന്റെ സ്വരൂപമല്ല പടഭേദം. അപ്പൊ ഭിന്നമാണെന്ന് മാനിക്കണം. ഘടത്തിലിരിക്കുന്ന പടത്തിന്റെ ഭേദം ഭിന്നമാണ്, ഘടം ഭിന്നമാണെന്ന് മാനിക്കണം അല്ലേ? അപ്പോൾ ഘടത്തിലിരിക്കുന്ന പടഭേദത്തിന്റെ ഭേദം എവിടെ ഇരിക്കും? ഘടത്തിലിരിക്കും. വേണ്ടാലോ? മുന്നോട്ട് പോകണ്ടല്ലോ ആ പ്രക്രിയ? വേണ്ട. അതായത് നൈയായികന്മാര് ഭേദം മാനിക്കും. പക്ഷെ നിങ്ങൾക്ക് കണ്ട കാര്യം പോലെയുള്ള ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് എവിടുന്നാണെന്ന് അറിയത്തില്ല, ഇങ്ങനെയുള്ള കുറെ ഉനിഷ്ഠ ന്യായമായിട്ട് വന്നിട്ട് ഭേദം സിദ്ധിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതെന്താ, ലോകത്ത് ഭേദമില്ലേ? ഭേദം ഉണ്ടെങ്കിൽ നിങ്ങൾ സിദ്ധിച്ച് കാണിക്കും. യുക്തിയില് നിങ്ങൾക്ക് ഭേദം സിദ്ധിക്കാൻ പറ്റൂല. ഇതൊക്കെ എന്ത് ഇത് കണ്ട ആദ്യം കാണും, അവിടെ ഇഷ്ടം പോലെ യുക്തി കാണിച്ചു തരും. ഭേദം സിദ്ധിക്കാനേ പറ്റത്തില്ല. എന്നിട്ടും ഭേദം വ്യവഹാരം നടക്കുന്നില്ലേ? വ്യവഹാരം നടന്നോട്ടെ. വ്യവഹാരം നടക്കുന്നത് കൊണ്ട് വസ്തു സിദ്ധിക്കപ്പെടത്തൊന്നുമില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ കുട്ടൻസ്. ഭേദം സിദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സിദ്ധിക്കപ്പെടും? അഭേദം സിദ്ധിക്കപ്പെടും. അഭേദം എന്താ? ആത്മമാത്രം. ശുക്രം അർത്ഥം പറയാണ് ശുദ്ധം. എന്താ അർത്ഥം? ജ്യോതിഷ്മാത് എന്ന് പറഞ്ഞാല് ദീപ്തിമാൻ ഇത്യർത്ഥ. ശുക്രശബ്ദത്തിന്റെ അർത്ഥമാണ് ദീപ്തിമാൻ. ആത്മാ ദീപ്തിമാനല്ലേ? ദീപ്തിമാൻ എന്ന അർത്ഥം എന്താ? ദീപ്തിയുള്ളത്, പ്രകാശമുള്ളത് എന്നർത്ഥം. ആദിത്യനിലെ പ്രകാശമില്ലേ? ഇല്ലേ? ആദിത്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കാത്ത സമയമില്ലേ? എപ്പം? മേഘം മൂടുമ്പോൾ. ഇനി ഭൂമിയിൽ തന്നെ ഒരു ഭാഗത്ത് ആദിത്യന്റെ പ്രകാശം പതിക്കുമ്പോൾ മറുഭാഗത്ത് പതിക്കുന്നില്ലല്ലോ? ഇല്ല. അല്ലേ?
അപ്പം ഭൂമി തിരിയുന്നതനുസരിച്ച് ആദിത്യന്റെ പ്രകാശം ചില സ്ഥലത്ത് വീഴും, ചില സ്ഥലത്ത് വീഴത്തില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ചില സമയത്ത് ബ്രഹ്മപ്രകാശം പതിക്കാതെ പോകൂലേ? ഇങ്ങനെ പതിക്കാതെ പോവില്ല. അതെന്തുകൊണ്ടാ? പ്രകാശ സ്വരൂപനല്ലേ. പ്രകാശ സ്വരൂപൻ അവിടെ ഇരിക്കുന്നതിനെ കൊണ്ട് ഇവിടെ ഭൂമിയിൽ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ സൂര്യപ്രകാശം കിട്ടാത്ത സമയമുണ്ടല്ലോ. അത് ഉപാധി ഇരിക്കുന്നത് കൊണ്ടല്ലേ സൂര്യപ്രകാശം കിട്ടാത്തത്. അതെങ്ങനെയാ? രാത്രിയിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ലല്ലോ ഭൂമിയിൽ ഒരു വശത്ത്. സൂര്യപ്രകാശം കിട്ടണില്ല, സ്വാമിജിക്ക് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടണില്ല എന്ന് പറയാൻ പറ്റുമോ? അച്ഛാ, നിങ്ങൾക്ക് രാത്രിയിൽ കിട്ടുന്നുണ്ടല്ലേ, ഞാൻ കാണാത്തല്ലേ തകരാറാ? എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കറിയാം സൂര്യന് പ്രകാശം ഉണ്ടെന്ന്. സൂര്യന്റെ പ്രകാശം ഉണ്ടെങ്കിൽ പോലും ചേച്ചി നമുക്കിവിടെ പ്രകാശം കിട്ടാതിരിക്കുന്നില്ലേ? കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിലും സൂര്യന് അതേപോലെ ഈ പരമാത്മാവിന്റെ പ്രകാശം കിട്ടാത്ത സമയവും വരൂലേ എന്ന് പറയാ. പറ്റൂല, വരൂല. അതെന്തുകൊണ്ടാന്നുള്ളതാണ്. പരമാത്മാവ് സർവവ്യാപിയല്ലേ, സൂര്യൻ അത്ര പരമാത്മാവ് സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇരുട്ടേ ഇല്ല. സൂര്യനല്ല പരമാത്മാവ്. സൂര്യൻ നിത്യഭാസ സർവമിതം വിഭാതി എന്ന് പറയുന്നില്ലേ? സംഭവം ശരി തന്നെ. ഞാൻ ചോദിക്കുന്നത് സൂര്യനെ പോലെയുള്ള പ്രകാശകനായിരുന്നു എങ്കിൽ ഇവിടെ ഇപ്പോൾ ഡേ നൈറ്റ് എങ്ങനെ വരും? ഇവിടെ ഫുൾ നൈറ്റ് 24 hours ഡേ ആയിട്ട് വന്നേനെ. സൂര്യനും പ്രകാശ സ്വരൂപനാകുന്നത് അവന്റെ പ്രകാശം ഇരിക്കെയാണ് എന്ന് പറയുന്നില്ലേ? അതും ആയിക്കോട്ടെ. അപ്പോൾ അവൻ ഇവനേക്കാൾ പ്രകാശമുള്ളവനെ അർത്ഥം കിട്ടത്തുള്ളൂ. ഇത് ജഡപ്രകാശമാണ് കുട്ടികളെ. പ്രകാശമാണ്, പക്ഷെ ജഡവസ്തുവാണ്. സ്വരാട്ട് സ്വരാട്ട് എന്നുള്ളത് സ്വയം രാജദേതി സ്വരാട്ട് എന്നുള്ളതാണ്. സ്വയം പ്രകാശം, രാജദീപ്തവുമാണ്, പ്രകാശിക്കുന്നതെന്ന് അർത്ഥം. അപ്പം സ്വരാട്ട് എന്നുള്ള സ്വയം പ്രകാശത്തിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ പ്രശ്നം അതല്ല. ഇവിടെ വസ്തുവിന്റെ പ്രകാശം സൂര്യനെ ആശ്രയിച്ചാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് വസ്തുക്കൾ പ്രകാശിക്കത്തില്ല. ഇതേപോലെ ഒരു പ്രകാശമായിരുന്നു പരമാത്മാവിന്റെ പ്രകാശമെങ്കിൽ നമ്മൾക്ക് ഡേ ആൻഡ് നൈറ്റ് ഒരേപോലെ വസ്തുപ്രകാശം നടക്കേണ്ടതായിരുന്നു. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ മഹാത്മാക്കളായിരിക്കുന്ന ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭൂമധ്യത്തിൽ പരമാത്മാവ് ഇങ്ങനെ നിന്ന് കത്തുകയാണ്. ദാനിച്ച് ദാനിച്ച് ഭൂമധ്യത്തിൽ മക്കളെ കണ്ണും വെച്ച് ദാനിച്ച് നിങ്ങളുടെ കുണ്ടലി കേറി നിങ്ങളുടെ ഭ്രൂമധ്യത്തിലൂടെ പുറത്ത് കിടക്കും. അപ്പൊ ഭ്രൂമധ്യത്തിൽ എന്താണ്? 1000 സൂര്യന്റെ പ്രകാശം. അങ്ങനെ തലയൂട്ടി സഹസ്രാരത്തിലെത്തിയാലോ 10,000 സൂര്യൻ ഒന്നിച്ച് പ്രകാശിക്കുന്ന പോലെ ഉണ്ടാവും. ശരിയാണോ പങ്ക്തി? നിങ്ങളെ ചില പുസ്തകത്തിലുണ്ട്, ആളെ പേര് പറയുന്നില്ല, പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് സാധനം. അതൊന്നുമല്ല. അപ്പൊ നമ്മൾ അത് വേദവാക്യമായിട്ട് തലയിൽ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവമാണ്? അതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഈ പ്രകാശവും സൂര്യപ്രകാശവും തമ്മിൽ യാതൊരു ബന്ധമല്ല കുട്ടികളെ. ഇത് ജഡപ്രകാശമാണ് സൂര്യന്റെ പ്രകാശം. ആത്മപ്രകാശം ചേതന പ്രകാശമാണ്. അത് ജ്ഞാനത്തിനെ ഉപകരിക്കത്തുള്ളൂ. അത് ജഡത്തെയും അതായത് ഇരുട്ടിനെയും പ്രകാശത്തെയും ഒരേപോലെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ആര്? ചേതന പ്രകാശം. ചേതനന്റെ പ്രകാശം ഇരുട്ടിനെയും പ്രകാശത്തെ ഒരേപോലെ പ്രകാശിപ്പിക്കുന്നതാണ്. ജഡപ്രകാശമോ സംബന്ധിയായിക്കൊണ്ട് ജഡപ്രകാശയുക്ത വസ്തുക്കളെ പ്രകാശിപ്പിക്കുകയാണ്. അതായത് ചാക്ഷുഷജ്ഞാനം പ്രതി ചക്ഷുകൊണ്ട് വസ്തുവിനെ കാണാൻ, ചക്ഷുകൊണ്ട് ഏതിനെ കാണുക? രൂപത്തെയും രൂപവിശിഷ്ട വസ്തുവിനെയാണ് കാണുന്നത്. അവിടെ പ്രകാശം കാരണമാണ്. ഏതൊഴിച്ച്? അന്ധകാരം ഒഴിച്ച്. അന്ധകാരത്തില് രൂപമുണ്ട്, രൂപവിശിഷ്ട വസ്തുവായിട്ടാണ് വേദാന്തികൾ അന്ധകാരത്തെ മനസ്സിലാക്കുന്നത്. അന്ധകാരം എന്നുള്ളത് പ്രകാശത്തിൽ വിപരീതമായിരിക്കുന്ന ഒരു വസ്തുവാണ്. നൈയായികന്മാർ പറയും അന്ധകാരം എന്നുള്ളത് പ്രകാശത്തിന്റെ അഭാവം മാത്രമാണ്. തരതിരിച്ചു ചോദിക്കും, പ്രകാശത്തെ അന്ധകാരത്തിന്റെ അഭാവമായിട്ട് കണ്ടാൽ പോരെ? ഇതിൽ ഏതാ വിനിഗമനായുള്ളത്? ഏകതര പക്ഷപാതന യുക്തി കിട്ടൂല. അതുകൊണ്ട് രണ്ടും രണ്ട് പദാർത്ഥമാണെന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നേ അന്ധകാരത്തെ കാണാൻ കണ്ണിന് എന്തിന്റെ ആവശ്യമില്ല? പ്രകാശത്തിന്റെ ആവശ്യമില്ല. പ്രകാശം വന്നു കഴിഞ്ഞാൽ അന്ധകാരം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയാം, അല്ല പുറമേയുള്ള അന്ധകാരത്തിലും കുറച്ച് പ്രകാശമുണ്ട്, അതുകൊണ്ടല്ലേ അന്ധകാരത്തെ കണ്ടത്. അപ്പൊ നിങ്ങൾ കണ്ണടക്കി എന്താ കാണുന്നതെന്ന് പറ. കണ്ണടച്ചാൽ ഇരുട്ട് കാണാം. പ്രകാശത്തിൽ നിന്നിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ ചുവന്ന നേവരെ കാണത്തുള്ളൂ. അത് പ്രകാശത്തിന്റെ സ്വാധീനം കൊണ്ട്. അല്ലെങ്കിൽ ഉള്ളിലെ കണ്ണ് തുറക്കാതെ കാണുന്ന സമയത്ത് അന്ധകാരം കാണാം. അപ്പൊ കണ്ണ് തുറക്കാതെ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് കണ്ണ് അവിടെ കാരണമാവുന്നില്ലല്ലോ. കണ്ണടച്ചാൽ അന്ധകാരം കാണാൻ പറ്റുമോ? കണ്ണവിടെ കാരണമാണോ? സാക്ഷി കാണും അവിടെ. സാക്ഷി എന്ന് പറഞ്ഞൊരു കുഞ്ഞുമോനുണ്ട്. അവൻ ഉള്ളതും കാണും ഇല്ലാത്തതും കാണും എന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ
ഉള്ള വസ്തുവിനെ കാണും, ഇല്ലെങ്കിൽ അതിന്റെ അഭാവത്തെ കാണും. അപ്പോൾ എവിടെയാണ് നമ്മുടെ ശുദ്ധം ജ്യോതിഷ്മാത്? ഞാൻ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചതേ ആദിത്യനിലെ പ്രകാശം പോലെ പ്രകാശം ഇരിക്കുന്ന വസ്തു ഒന്നല്ല, അത് ജ്യോതിഷ് സ്വരൂപനാണ് എന്ന് പറയാൻ സ്വയം പ്രകാശനാണ്. അവൻ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന പ്രകാശമാണ്. ആദിത്യൻ ജഡപ്രകാശമാണ്. ഇവിടെ ഇരിക്കുന്ന ആത്മാ ചേതന പ്രകാശമാണ്. മനസ്സിലാവുന്നുണ്ടോ? ജഡപ്രകാശം രൂപത്തെയും രൂപവത് വസ്തുക്കളെയും പ്രകാശിപ്പിക്കത്തുള്ളൂ. രസഗന്ധാദികളെ ആദിത്യം പ്രകാശിപ്പിക്കുകയോ? ഇല്ല. ഇല്ല. ചേതനൻ രസഗന്ധാദികളെ പ്രകാശിപ്പിക്കുകയോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം വരുവട്ടോ. മനസ്സിലായാൽ നിങ്ങൾ ഒരു ദൂരം താണ്ടിന്ന് മനസ്സിലാക്കിയോ. ആദിത്യൻ രസാദികളെ പ്രകാശിപ്പിക്കത്തില്ല, പക്ഷെ ചേതൻ രസാദികളെ പ്രകാശിപ്പിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞത്? ജ്ഞാനപ്രകാശമായതുകൊണ്ടോ? ജ്ഞാനപ്രകാശം ഒന്ന് പറഞ്ഞതന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയണത് എന്താണ് സാധനം എന്ന്. അതായത് എപ്രകാരം ഘടാകാര വൃത്തിയാൽ ഘടം പ്രകാശിക്കുന്നുവോ ഇതേപോലെ രൂപരസാകാര വൃത്തി സംഭവിക്കുന്നുണ്ട്. ഇത് മധുരമാണ്, ഇത് എരിവാണ് എന്നുള്ള അന്ധക്കരണ വൃത്തി സംഭവിക്കുമ്പോൾ ഘടജ്ഞാനം പോലെ തന്നെ രൂപജ്ഞാനം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഘടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഘടാവച്ഛിന്ന ചൈതന്യത്തിന്റെ പ്രകാശമാണ്. അതായത് നമ്മളൊരു ഘടത്തെ കാണുന്ന സമയത്ത് സാക്ഷിയുക്തനായിരിക്കുന്ന ഈ പ്രമാദ വിഷയമായിരിക്കുന്ന ഘടത്തെ തിരിച്ചറിയുമ്പോൾ ആ ഘടാവച്ഛിന്ന ചൈതന്യത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടിട്ട് ഘടാവച്ഛിന്ന ചൈതന്യം നിന്ന് പ്രകാശിക്കുകയാണ്. ഘടാവച്ഛിന്ന ചൈതന്യം പ്രകാശിക്കുമ്പോൾ കൂടെ ഘടത്തിന്റെയും പ്രകാശം നടക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഘടം ഭാസിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് കാരണം എന്താ? ഘടത്തിന്റെ ജ്ഞാനം. സാമാന്യമായിട്ട് ജ്ഞാനവും ഭാനവും തമ്മിലെ വ്യത്യാസം ആദ്യ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരുവിധ ഗ്രന്ഥങ്ങൾ സംസാരിക്കത്തില്ല. നിങ്ങൾ ഹയർ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ മാത്രമേ ജ്ഞാനവും ഭാനവും തമ്മിൽ വ്യത്യാസം പറയത്തുള്ളൂ. ശരി, അത് അപരോക്ഷം എന്നുള്ള പ്രത്യക്ഷ സ്ഥലത്താണ് സംഭവിക്കുന്നത്. പരോക്ഷ സ്ഥലത്ത് ജ്ഞാനമേ ഉള്ളൂ, വസ്തുവിന്റെ ഭാനം ഉണ്ടാവത്തില്ല. ഓക്കെ, ജ്ഞാനമാണെങ്കിലും ഭാനമാണെങ്കിലും വസ്തു പ്രകാശിച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഹയർ ലെവലിലേക്ക് പോകും. അതായത് വിഷയാവച്ഛേദേന വിഷയം പ്രകാശിക്കുന്നു, അഥവാ വൃത്യവച്ഛേദന വിഷയത്തിന്റെ പ്രകാശം. അതായത് അന്ധകരണാവച്ഛിന്ന ചൈതന്യവും അന്ധകരണ വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും തമ്മിൽ ഏകത്വം പ്രാപിച്ചും കൊണ്ട് വിഷയാവച്ഛേദന എന്ന് പറയുന്ന വിഷയത്തിന്റെ അധിഷ്ഠാന ചൈതന്യം വിഷയാവച്ഛേദന പ്രകാശിക്കുമ്പോൾ ഈ മൂന്ന് ചൈതന്യം കൂടി ഒന്നിച്ചു വരുന്നുണ്ട്. ആരൊക്കെ? അന്ധകരണാവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും. അവിടെയാണ് വസ്തു അപരോക്ഷമായിട്ട് ഭാസിക്കുന്നത് എന്ന് പറയാൻ പ്രത്യക്ഷമായിട്ട് ഘടാദികളെ കാണുന്ന സ്ഥലത്ത് ഘടാവച്ഛിന്ന ചൈതന്യത്താൽ ഘടം ഭാസിക്കപ്പെടുകയാണ്. പരോക്ഷ സ്ഥലത്ത് ആരെങ്കിലും ശബ്ദത്തിൽ നിന്ന് നമ്മൾ ഘടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ ഘടത്തിന്റെ അറിവ് നമുക്കുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഘടാവച്ഛിന്ന ചൈതന്യം വിഷയാവച്ഛിന്ന ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കാനിരിക്കത്തില്ല. വൃത്യവച്ഛേദേന വിഷയത്തിന്റെ പ്രകാശം വരികയാണ്. കാരണം വൃത്തിയിൽ വിഷയത്തിന്റെ ആകാരത വരുമ്പോൾ വൃത്യവച്ഛേദേന വിഷയപ്രകാശം നടക്കുന്നു എന്നർത്ഥം. അവിടെ പ്രമാത്രവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യം തമ്മിൽ ഏകത്വം വരുന്നുണ്ട്. ഇത് പരോക്ഷ സ്ഥലം. അപരോക്ഷ സ്ഥലത്ത് പ്രമാത്രവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയവച്ഛിന്ന ചൈതന്യവും തമ്മിൽ ഏകത്വം പ്രാപിച്ചും കൊണ്ട് വിഷയത്തിന്റെ പ്രകാശം വരും. എന്ന് പറഞ്ഞാൽ പ്രകാശം പരോക്ഷമാണെങ്കിലും അപരോക്ഷമാണെങ്കിലും ചേതനൻ്റെത് മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ ചോദ്യം എന്തായിരുന്നു? ചേതനൻ, അതായത് രസാദികളുടെ പ്രകാശം എങ്ങനെയാന്നുള്ളതായിരുന്നു. അതായത് ചേതനൻ രൂപത്തെയും രൂപം ഇരിക്കുന്ന വസ്തുവിനെയും രസാദികളെയും പ്രകാശിപ്പിക്കും. പക്ഷേ ജഡപ്രകാശം കേവലം രൂപത്തെയും രൂപം ഇരിക്കുന്ന വസ്തുവിനെയെ പ്രകാശിപ്പിക്കത്തുള്ളൂ. രസാദികളെ ഒന്നും അവന് പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. ടീക്കേ, ഒരു നാരങ്ങയ്ക്ക് എന്താണ് രസം, ഒരു മാങ്ങയ്ക്ക് പുളിപ്പാണോ മധുരമാണോ എന്നൊന്നും ഒരിക്കലും ജഡപ്രകാശം പ്രകാശിപ്പിക്കത്തില്ല. നിങ്ങളുടെ സെൻസ്, നിങ്ങളുടെ ജ്ഞാനം ആണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. അവിടെ ജ്ഞാനം വിഷയത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ളത് വൃത്യവച്ഛിന്ന ചൈതന്യമോ അല്ലെങ്കിൽ വിഷയാവച്ഛിന്ന ചൈതന്യമാണ്. ആ ചൈതന്യമാണ് അവിടെ രസ സ്പർശ ഗന്ധാദികളെ പ്രകാശിപ്പിക്കുന്നത്. ഈ രീതിയിൽ ജഡപ്രകാശത്തിനും ചേതനപ്രകാശത്തിനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. കൂടികിട്ടിയ കുട്ടികളെ, ഇതൊക്കെയാണ് നമ്മൾ ഹയർ ടെക്സ്റ്റില് വിഷയം പഠിക്കുന്നത്. ഇതൊന്നും താഴെ കൊണ്ടുവച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കത്തേ ഇല്ല, ഒന്നും എഴുതി പിടിപ്പിച്ചിട്ടുമില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കും
ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ വിഷയത്തിൽ. ആരും ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ എവിടെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും എന്ത് കരുതൂല, കുണ്ടലിനി പാമ്പ് മകുടി ഊതി 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 തലയോട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 1000 സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ പറയും ഗുരുജി നമസ്തേ, ഒരജ്ഞാനിയും കൂടിയും കണ്ടുകിട്ടിയെന്ന് മാത്രം. ഇതിനു വേണ്ടിയാണ് ഈ സാധനം പഠിപ്പിച്ചെടുക്കുന്നത്. പിടി കിട്ടിയോ? 1000 സൂര്യപ്രകാശനൊന്നും നേരമില്ല എവിടെ എന്നുള്ളത്. കാരണം അത് ജഡപ്രകാശമാണ്. ഇത് ബേസിക് സംഭവമാണത്. അത് ചേതനപ്രകാശമാണ്, ഇത് ജഡപ്രകാശമാണ്. പക്ഷെ നമ്മൾക്കിത് ചർച്ച ചെയ്യേണ്ടി വരാറില്ല. കാരണം ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നത് ഹയർ ടെക്സ്റ്റിലാണ്. ലോവർ ടെക്സ്റ്റിൽ ഇതിനെ കുറിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് അറിയാത്ത മഹാനായിരിക്കുന്ന ഗുരുവാണ് കുണ്ടലിനി പാമ്പുമായിട്ട് ഇറങ്ങുന്നത് പുറത്തു നിന്നർത്ഥം. നിങ്ങളിത് എങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രസംഗത്തിന് ഉത്തരം തരാമെങ്കിൽ നിങ്ങളെ ഗുരുവിനെ നമ്മൾ ഗുരുവായിട്ട് മാനിക്കാം, അല്ലെങ്കിൽ മിണ്ടി പ്രതിസാനായിട്ട്. ഈ അന്ധകരണത്തിലല്ലേ ഈ പ്രകാശം എന്ന് പറഞ്ഞത്? അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന എന്ത് വിഷയം അല്ലേ? പുറത്തുള്ള വിഷയം അന്ധകരണത്തിൽ പ്രകാശിക്കുന്നു. ആ പ്രകാശമല്ല ഉദ്ദേശിച്ചത്. സംഭവം അന്ധകരണത്തിലെ വൃത്തി വിഷയദേശത്ത് പോയിട്ട് വിഷയാവച്ഛേദേന ആവരണത്തെ നശിപ്പിച്ചും കൊണ്ട് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് നിങ്ങൾ ഹയർ ടെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയത്തില്ല. ഓക്കെ. അതായത് സത്യത്തിൽ ഈ പ്രസംഗം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് പൂർവപക്ഷി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ വിഷയദേശം വരെ പോകുന്നത്? ഈ കണ്ണിലെത്തി നിന്നാ പോരെ പ്രമാതാവ്, അവിടുന്ന് പിടിച്ചാൽ പോരെ, ഇത് വിഷയദേശത്ത് പോകണം. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രക്രിയ ഫ്ലോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് വിഷയത്തിന്റെ ഐഡിയ വേറെ രീതിയിൽ കിട്ടും. ആ ഒരു ചേതനനാണ് പ്രകാശകൻ എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. മനസ്സിലായോ? ചേതനനാണ് വസ്തുക്കളെ നമ്മൾക്ക് ഇപ്പൊ എന്തിനാ ആലോചിച്ച് നോക്കും. ഞാൻ ഈ പ്രസംഗം അവതരിപ്പിച്ചില്ലേ, ഇത് എന്നോട് ഒരു വർഷം മുന്നേ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പ്രമോദ് പറയുന്നത്. ഒരാളെ പേര് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുണ്ടലിനി തലയോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 1000 സൂര്യൻ പ്രകാശിക്കുന്ന പോലെയാണെന്ന്. അത് അവരുടെ അനുഭവമല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമെന്ന്. നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ചിറ്റ് ഗുരുവിന് കൊടുക്കും. എന്ത്? എല്ലാ ഗുരുക്കന്മാർക്കും കിട്ടുന്ന ഒരു ഫ്രീ പാസ് ആണത്. അവരറിയുന്നത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെല്ലാം പൊട്ടന്മാര്. ഈ ഗെയിം കളിക്കുന്ന ആൾക്കാര് സിദ്ധന്മാരും. അതായത് യുക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരിക്കലും തലകുത്തി നിന്നാലും ഗുരുക്കന്മാർക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഗുരുക്കന്മാർ ശിഷ്യന്മാരാവുന്ന സ്ഥലമാണ് ഇതെല്ലാം. ജ്ഞാനത്തിന്റെ പ്രക്രിയ എങ്ങനെയാണ്? ജ്ഞാനം ആണ് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത്. അതിന് ജഡപ്രകാശമായിട്ട് യാതൊരു സംബന്ധമില്ല. നമ്മളിപ്പം ശാസ്ത്രാർത്ഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ 1000 സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ എന്താ വരുന്നത്? ജഡപ്രകാശല്ലേ? അങ്ങനത്തെ ഒരു പ്രകാശം ഉണ്ടോ അവിടെ? ഇനിയിപ്പോൾ അത് സിസ്റ്റം ഫ്ലോപ്പ് അല്ലേ? ജീവനും ബ്രഹ്മവും തമ്മിൽ 2 ഐഡന്റിറ്റിയിൽ ഒരു വസ്തുവേ ഉള്ളൂ. പിന്നെ എവിടുന്നാ ജീവൻ പോയിട്ട് അങ്ങനെ കാണാൻ പോകുന്നത്? അങ്ങേര് അവിടെ പോയി തല്ല് വെച്ച് കൊടുക്കും, പോടാ താഴെ പോയി കിടക്കടാന്ന് പറയും. അവിടെ 2 ആളില്ലെന്ന് എങ്ങോട്ട് കയറി പോവുക അത്? പിന്നെ ഈ കുണ്ടലിനി എന്നുള്ള സങ്കല്പം എങ്ങനെ വന്നതാണ്? അത് പിടിച്ച് വലിച്ച് സിസ്റ്റം ഉണ്ടാക്കിയതാണ്. ഇതിന്റെ മൂലപാഠം നിങ്ങൾക്ക് പ്രശ്നോപനിഷത്ത്, ബൃഹദാരണ്യകം ഇവിടെയൊക്കെ കിട്ടും. അതായത് ഉപാസകന്റെ അവസാന സമയത്തെ നിരൂപണം നടത്തുമ്പോൾ പറയുന്നുണ്ട്, അവന്റെ പ്രാണന്മാരെല്ലാം ഹൃദയത്തിലേക്ക് വരും, എന്നിട്ട് അവിടുന്നാണ് യാത്ര തുടങ്ങുക എങ്ങോട്ട് പോണെങ്കിലും. അപ്പോൾ കർമ്മത്തിനനുസരിച്ച് ഓരോരോ ഗതി പിടിക്കും. അതിൽ തന്നെ 72,72,10,102 നാഡികളുണ്ട് ശരീരത്തില്. അപ്പം ഇതില് എന്താണ്, ഹൃദയത്തിന്റെ നിരൂപണം നടത്തും. ഹൃദയ കർണിക, അതായത് താമര പോലെ ഇരിക്കുന്ന ഹൃദയം. അതിനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ യോഗസൂത്രത്തിൽ നമ്മൾ ടീക്കയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അതായത് അധോമുഖമായിട്ട് അഷ്ടതലം പഞ്ചസുഷിരം എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തെ നിരൂപണം നടത്തും. അതിനെ രേചക പ്രാണായാമത്തിലൂടെ ഊർധമുഖമാക്കിയിട്ട് അതിന്റെ കർണികയിൽ ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. ടീക്കെ. എന്നിട്ട് അത് ധ്യാനത്തിനെ പറയുന്നുള്ളൂ. ബൃഹദാരണ്യകത്തിൽ പറയുന്നത് ഇവിടെ നിന്ന് ഇതിന്റെ സ്ഥിതി പറയാണ്. ആ കർണികയിൽ നിന്ന് തുടങ്ങുകയാണ് ബ്രഹ്മനാഡി. ബ്രഹ്മനാഡിയുടെ മുന്നോട്ടേക്കാണ് സുഷുമ്ന കയറുന്നത്. അവിടെ നിന്നാണ് നാഡികൾ പലതായിട്ട് മാറുക. 101 അവിടെ നിന്ന് മാറും. പക്ഷെ അതിലൂടെ ഒന്നും പോകാതെ പിന്നെ ഈ ജീവൻ സുഷുമ്നയിലേക്ക് കയറിയിട്ട് ഈ ചെറുനാക്ക് വഴി പുറത്ത് വന്ന് സഹസ്രാരത്തിലെത്തിയാൽ ഇവിടെ നിന്ന് സൂര്യൻ രശ്മികളിലൂടെ അവൻ, അത് സൂര്യരശ്മി രാവും പകലും ഉണ്ട് കേട്ടോ, അതങ്ങനെയാണ്. അതുവഴി ഇവിടുന്ന് അതേ ക്ഷണത്തിൽ അവൻ സൂര്യലോകത്തെത്തും. ഈ ഒരു ക്രമം പറഞ്ഞല്ലോ. അപ്പൊ അത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തത്? ശരിക്ക് ഹൃദയത്തിൽ നിന്നാ. ഇതിന്റെ ഇതല്ലേ കമലമാണല്ലേ, കമലത്തിന് ഒരു താഴേട്ടേക്ക് അതിനൊരു കണക്ഷൻ ഉണ്ടാവൂല്ലേ. അപ്പൊ അതിൽ കഴിഞ്ഞൊരൊറ്റ ഞാൻ ഇങ്ങ് വലിച്ചു, അതിനെ പിടിച്ചിട്ട് മൂലാധാരത്ത് കൊണ്ടുവച്ച് കെട്ടി. അതോടുകൂടി ഗെയിം വേറെയായി.
എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പത്മം ഹ്രീം ക്ലാങ് ക്ലൂം പറഞ്ഞിട്ട് സാധനം വെച്ചിട്ട് ധ്യാനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇതിന് കണക്ഷൻ കൊടുത്തത്. ഇത് മാത്രമല്ല, ഈ ഒരു കുണ്ടലിനി ധ്യാനം തന്നെ കേരളത്തിൽ വേറെയാണ്, തമിഴ്നാട്ടിൽ വേറെയാണ്. തമിഴ്നാട്ടിൽ പല സ്ഥലത്തും അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നുള്ളൂ. അതിന് ഇതാണ് മൂലാധാരമായിട്ട് ബന്ധമില്ല. എന്ത് ചെയ്യും? ഇതിൽ ഒറിജിനൽ ഏതാ? ഒന്നും ഒറിജിനൽ അല്ല. നിങ്ങൾക്ക് ഒരു ഉപാസന സിസ്റ്റം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു ദേവതയെ സങ്കല്പിച്ചിട്ട്, ദേവതയുടെ പേരാണ് ഗ്ലിംബ്ലു എന്നൊരു ദേവത. ഗ്ലിംബു ദേവതയ്ക്ക് 6.5 കൈയുണ്ട്. ഒക്ടോപസിനെ പറ്റി പറഞ്ഞ പോലെ പല തലകളും ഒക്കെ ആണെന്ന് പറഞ്ഞ് ഞാനൊരു ചിത്രീകരണം നടത്തിയിട്ട് അതിന് പബ്ലിസിറ്റി കൊടുത്താൽ അതിനും ആൾക്കാർ കിട്ടും. അവരുടെയും കാമനകൾ പൂർത്തീകരിക്കപ്പെടും. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെയും വരാം. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളുടെ അറ്റൻഷനാണ് അതിൽ നിങ്ങളുടെ നയനത്തിന് കാരണം, എങ്ങോട്ടേക്കാണ് വലിക്കുന്നത് എന്നുള്ളത്. പല ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അത് ഗുരുവിന്റെ ഗുണം കൊണ്ടല്ല, ശിഷ്യന്മാരുടെ ഒരു അർപ്പണ മനോഭാവം കൊണ്ട് അവർ കയറി പോകുന്നതാണത്. ലോകത്തിൽ അങ്ങനെ പല കാര്യം സംഭവിക്കും. മനസ്സിലായോ? അങ്ങനെ ശിഷ്യന്മാർ കയറി പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കയറി പോകുന്നതിനൊരു പരിധിയില്ല, അല്ലാതെ അവര് ബ്രഹ്മജ്ഞാനത്തിലേക്കൊന്നും എത്തുകയല്ലോ. അല്ല, അങ്ങനെയല്ല കൈപ്പള്ളിജി. അവിടെ നിന്ന് അവർക്ക് അടുത്ത ചാൻസ് കിട്ടുകയാണ്. ചാൻസ് കിട്ടി എത്തുന്ന സ്ഥലം ഇതിനെ നല്ലൊരു ക്യാമന്റെ അടുത്തായിരിക്കും. അവരങ്ങനെ കയറിപ്പോകും. അത് ജീവൻ അത്രയും പുണ്യം വേണം. അവൻ തുടങ്ങുന്നത് എവിടുന്നെങ്കിലും ചെറിയ കടയിൽ നിന്നായിരിക്കും. പക്ഷേ കയറിപ്പോകുന്നവൻ എങ്ങോട്ടെങ്കിലും ആയിരിക്കും. അതാണ് ഒരു ജീവന്റെ ഗതി. ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. ഓക്കെ. അതായത് വേദത്തിന്റെ ചുരുങ്ങിയ ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് ഇന്ന വേദത്തിലാണ് എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ പോരെ. അതിവിടെ ഇത്രയും മണ്ഡലങ്ങളുള്ളൂ, അതിന്റെ ഇത്രയും ദ്രഷ്ടാവുക്കൾ ഉള്ളൂ എന്ന് നിശ്ചയിക്കാൻ പറ്റിയാൽ പിന്നെ പ്രശ്നമുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഓക്കെ. അതായത് നിങ്ങളുടെ ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, മനു പറഞ്ഞതെല്ലാം ഏത് മനുരവതത്, എന്തൊക്കെയാണോ മനു പറഞ്ഞത് അത് പ്രമാണമാണെന്നൊരു ലൈൻ ഉണ്ട്. ഇത് മനു ജനിച്ചതിന് ശേഷം വന്നാണോ മുന്നേ വന്നാണോ? മുന്നേ വന്നതാണെന്ന് വരെ തീർക്കും. മനു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനു വരുന്നതിന്റെ ഇടയിൽ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ ഗുരുക്കന്മാര്. അപ്പൊ അവരെന്ത് പഠിച്ചിട്ടുണ്ടാകുക സ്ഥലത്ത് അവിടെ? ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നു? ഇപ്പൊ എങ്ങനെയാ മന്ത്രം അവിടെ കിട്ടിയും? നിങ്ങൾക്ക് ഈ വസ്തുവിന്റെ ബോധം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ബാക്കിയെല്ലാം അതേ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ശരി, നമോ നാരായണ. ഹരി ഓം.